അമ്മേ, നീ എന്നെ ഇങ്ങനെ വിളിക്കണ്ട. ഹോ, നിന്നെ ഞാൻ ഇങ്ങനൊന്നും അല്ല വിചാരിച്ചിരുന്നേ. ഒരു തെറ്റ് പറ്റിപ്പോയി അമ്മേ. പറ്റിപ്പോയെന്നോ? ഇങ്ങനാണോടാ തെറ്റ് പറ്റുന്നേ? മുൻകൂട്ടി എല്ലാം പ്ലാൻ ചെയ്ത് മയക്കുമരുന്ന് സംഘടിപ്പിച്ച് ക്ലാസും കട്ട് ചെയ്ത് ആരും കാണാതെ കടപ്പാട്ടൂരെ വീട്ടിൽ ചെന്ന് ഒളിച്ചിരുന്നു ആ പെണ്ണിനെ മുറിയിലോട്ട് വിളിച്ചു വരുത്തി ജോസിലും മയക്കുമരുന്നും കലക്കി കുടിപ്പിച്ചു. ഇതാണോടാ അറിയാതെ പറ്റിയ തെറ്റ്? അമ്മേ, ഞാനല്ല ഇതൊന്നും പ്ലാൻ ചെയ്തത്. റോഹിത്താ എല്ലാം അവനാ സംഘടിപ്പിച്ചത്. മയക്കുമരുന്നും ക്യാപ്സ്യൂളും എല്ലാം. നീ പാവം, ഒന്നും അറിഞ്ഞില്ല. അവൻ ഇതൊന്നും എന്നോട് പറഞ്ഞില്ലായിരുന്നു. ക്ലാസ് കട്ട് ചെയ്ത് കടപ്പാട്ടൂർ വീട്ടിലേക്ക് ചെല്ലുവാണെങ്കിൽ ഒരു ഫണ്ണ് കാണിച്ചു തരാന്ന് എന്നോട് പറഞ്ഞു. എന്താന്ന് ചോദിച്ചിട്ട് അവൻ എന്നോടൊന്നും പറയുന്നില്ല. അവന്റെ റൂമിൽ ചെന്നപ്പോ നിനക്ക് മനസ്സിലായില്ലേ? ഇല്ലെന്ന് അവൻ പറയണ്ടേ. ഒരു സീൻ ഉണ്ടാക്കാം, നീ ടോയ്ലറ്റ് കയറി ഡോർ ക്ലോസ് ചെയ്തൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ ടോയ്ലറ്റ് കയറിയിരിക്കുക. അപ്പോഴാ അവൻ ജ്യൂസ് കൊണ്ടുവരാൻ അലീനോട് പറഞ്ഞതും അവൾ വന്നതും. അവൻ തന്നെയാ അതിലും മയക്കുമരുന്ന് കലക്കിയതും അവളെ കൊണ്ട് കുടിപ്പിച്ചതും. എന്നിട്ട് മനു അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. മനുവേട്ടൻ അവിടെ ഇല്ലായിരുന്നല്ലോ, കൃത്യമായിട്ട് കണ്ടതുപോലെ പറയാൻ. അലീന അവനോട് പറഞ്ഞു കൊടുത്ത് കാണും. എനിക്കറിയാവുന്ന പോലെ ആ മനുവേട്ടൻ അറിയത്തില്ലല്ലോ. എന്നാലും എങ്ങനെ തോന്നിയാടാ നിനക്ക്? അവള് പോലീസിനോട് സത്യം പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ രണ്ടും ഇപ്പൊ ജയിലിൽ കയറിയനെ. അമ്മേ, ഞാനല്ല, രോഹിയ എല്ലാം ചെയ്തേ. അവളെ കയറി പിടിച്ചതും അവനാ. കരച്ചിൽ കേട്ട് ഞാൻ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി വന്ന് നോക്കുമ്പോ അവള് വയറ്റത്ത് കത്തിരി കുത്തി കയറിയിട്ട് നിലത്ത് കിടന്ന് പടയ്ക്കുക. നിനക്ക് അപ്പൊ തന്നെ ആ വീട്ടിൽ നിന്ന് ചാടി ഇറങ്ങി ഇങ്ങോട്ട് പോന്നൂടായിരുന്നു? എന്തിനാ നീ അവനെ താങ്ങാൻ നിന്നേ? എന്റെ അമ്മേ, അവൻ സ്വന്തം കൂടപ്പുറപ്പല്ലേ. ഒരാപത്ത് വരുമ്പോ ഉപേക്ഷിച്ചു പോകുന്നത് ശരിയാണോ? അപ്പച്ചിയുടെ മോനല്ലേ അമ്മേ. മറ്റുള്ളവരറിഞ്ഞ എന്താ നാണക്കേട്. മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ പറ്റുമോ? നിന്റെ ഭാവി അതോടെ തീരും. അമ്മേ, വൈജാന്റിയോട് പറയല്ലേ. അവളോട് പറയും ഞാൻ. അവളുടെ മകൻ ഉണ്ടാക്കി വെച്ച കുഴപ്പമില്ല എല്ലാം. അവളും കൂടി അറിയട്ടെ. പുത്രമാഹാത്മ്യം, വലിയ ബാങ്ക് മാനേജർ എന്നും പറഞ്ഞു ഞെളിഞ്ഞു നടന്നാൽ മാത്രം പോരല്ലോ. അമ്മേ പ്ലീസ് പറയല്ലേ. അവര് രോഹിയുടെ സൈഡേ പറയത്തുള്ളൂ. അത് മാത്രല്ല, എനിക്ക് പിന്നെ ആ വീട്ടിൽ കയറാൻ പറ്റത്തില്ല. അങ്കിൾ അറിഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അവളുടെ മോ മാത്രം അങ്ങനെ മിടുക്കനായിട്ടിരുന്നാ മതിയോ? അവന്റെ തനിനിറം ആരും അറിയണ്ടേ? പ്ലീസ്, അവൻ രക്ഷപ്പെട്ടു പോയിക്കോട്ടെ, സാരില്ല.